ഇവിടെ സംഭവിച്ചിരിക്കുന്നത് എന്താണ്? ഇതിൻ്റെ അകത്ത് 50% ആൾക്കാർ ഉടമ്പടി എടുക്കാൻ യോഗ്യതയില്ലാത്തവരാണ്. അവിടെയാണ് ഈ പ്രശ്നം വന്നിരിക്കുന്നത്. ഉടമ്പടി എടുക്കാൻ യോഗ്യതയുള്ളവരുടെ കയ്യിൽ ചെന്ന് ഉടമ്പടി വന്നാൽ ഉടമ്പടിയിലൂടെ ദൈവം ഇങ്ങനെ നാഷണൽ ഹൈവേയിലൂടെ 240 മൈൽ സ്പീഡിൽ വരണ കാണാം. അതുകൊണ്ട് നിങ്ങളുടെ ചുമതലയാണ് നിങ്ങളുടെ ഉടമ്പടി ആക്ടിവേറ്റ് ചെയ്തിട്ട് ദൈവത്തിൻ്റെ പ്രസൻസ് എത്രയും സ്പീഡപ്പ് ആക്കേണ്ടത്. പ്രാർത്ഥിക്കുക, കർത്താവായ ദൈവമേ, ഉടമ്പടി അർഹിക്കുന്ന ചൈതന്യത്തോടെ ദൈവസ്നേഹത്തോടെ സത്യത്തോടെ വിശുദ്ധിയോടെ നിറവേറ്റുവാൻ എന്നെ അഭിഷേകം ചെയ്യണം. അവിടുത്തെ ശുശ്രൂഷ ചെയ്യാനുള്ള കൃപ ഈ ആരാധനയിലൂടെ ഞങ്ങൾക്ക് നൽകണമേ. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. ഒരു പ്രത്യേകതയുള്ള സാക്ഷ്യമാണ് സിമേൻഷിൻ്റെ വിഷയം. അവർ കോതമംഗലമാണ്. അവർ ഈ മേഖലയുമായിട്ടും ആലപ്പുഴയുമായിട്ടൊക്കെ ബന്ധമില്ലാത്ത ഒരാളാണ്. അവരോട് ആരോ ഉടമ്പടിയെക്കുറിച്ചൊക്കെ പറഞ്ഞെങ്കിലും അവർ വീട്ടിൽ നിന്ന് ഉടമ്പടി എടുക്കാൻ വിടത്തില്ല. അതിവിടെ പ്രാർത്ഥിച്ചാൽ മതി, നമ്മുടെ വീട്ടിൽ കുടുംബ പ്രാർത്ഥന ഉണ്ടല്ലോ, അത് മര്യാദക്ക് നീ ഉറക്കം തൂങ്ങാതെ പ്രാർത്ഥിച്ചാൽ മതി. അങ്ങനെ പറയല്ല. നമ്മുടെ വീട്ടിൽ കുടുംബ പ്രാർത്ഥനയുള്ള വീടാണ്. ഇവിടെ പ്രത്യേകിച്ച് ഉടമ്പടിയുടെ ആവശ്യമൊന്നുമില്ല. മര്യാദക്ക് നീ ഉറക്കം തൂങ്ങാതെ പ്രാർത്ഥിച്ചാൽ മതി എന്ന് പറയും. അതുകൊണ്ട് വിടത്തില്ല, വീട്ടിൽ നിന്ന് വിടത്തില്ല. ഇനി സിമി അനിഷിൻ്റെ പ്രശ്നം വെച്ചാൽ, സിമി അനിഷ എങ്ങനെയാണ് ഉടമ്പടിയെക്കുറിച്ച് വന്നത്? അതായത് ഇവള് OIT എഴുതാൻ വേണ്ടി ആദ്യം ഒരു ഓൺലൈൻ ഉടമ്പടി ചെയ്യും. കാര്യം ഇതിന് മാതാവിന് പറയും, മാതാവ് എനിക്ക് അവിടെ വന്ന് തീർത്ഥാടന ഉടമ്പടി ചെയ്യാൻ പറ്റുന്ന കണ്ടീഷൻസ് അല്ല, വീട്ടിൽ നിന്ന് എന്നെ വിടുന്നില്ല, അതുകൊണ്ട് എനിക്ക് ചെയ്യാൻ പറ്റണത് ഓൺലൈൻ ഉടമ്പടിയാണ്. എനിക്ക് ഈ കോവിഡ് കാലത്താണ് ഓൺലൈൻ ഉടമ്പടി അമ്മ തന്നത്. അന്ന് പക്ഷേ ഉള്ളതിനേക്കാൾ അന്ന് തീർത്ഥാടനം ചെയ്യാൻ ഇവിടെ എത്താനും ആർക്കും പറ്റത്തില്ല. എല്ലാ രാജ്യങ്ങളിലുള്ളവർ ഓൺലൈൻ ഉടമ്പടി ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോഴത്തെ പ്രശ്നം അതല്ല. അന്ന് ഇവിടെ വന്ന് ഓൺലൈൻ ഉടമ്പടി എടുക്കാൻ പറ്റാത്തത് കൊണ്ട്, അല്ല, ഇവിടെ വന്ന് തീർത്ഥാടന ഉടമ്പടി എടുക്കാൻ പറ്റാത്തത് കൊണ്ട് ഓൺലൈൻ ഉടമ്പടി എടുത്ത ആൾക്കാരാണ് ഉള്ളത്. പക്ഷേ അവർക്കുണ്ടായതിനേക്കാൾ എക്സ്പീരിയൻസ് ഇന്ന് ഓൺലൈൻ ഉടമ്പടിക്കുണ്ട്. സാക്ഷ്യങ്ങൾ എപ്പോഴും ഓൺലൈൻ ഉടമ്പടി പറഞ്ഞു കേൾക്കാം. ഞങ്ങൾ ആ ഓൺലൈൻ ഉടമ്പടിയെക്കുറിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന കാലത്ത് അമ്മ തന്ന നോട്ടിനേക്കാൾ വലുതാണ് ഇപ്പോഴും റെസ്പോണ്ട് ചെയ്യണത്. അപ്പോൾ പലരും എന്നോടൊന്ന് ചോദിച്ചു, അച്ഛാ തീർത്ഥാടന ഉടമ്പടി പോലെ ആയിരിക്കുമോ, അത്രയും പവർ ആയിരിക്കുമോ ഉടമ്പടിക്കെന്ന്? ഉടമ്പടിയുടെ കാലത്ത് തന്നെ ആ ഓൺലൈൻ ഉടമ്പടിയുടെ താഴെ ആൾക്കാർ കമൻറ്റ് ചെയ്യുന്നുണ്ട്. കാര്യം 2017 2018 തീർത്ഥാടന ഉടമ്പടി കോവിഡ് മുമ്പ് കത്തിയൊരു കാലമുണ്ട്. അത് വന്ന് ചെയ്ത് അനുഭവം കിട്ടിയ ആൾക്കാർ ഓൺലൈൻ ഉടമ്പടി ചെയ്യത്തില്ല. പിന്നെ അപ്പോൾ താഴെ കമൻറ്റ് ചെയ്യും, ഇത് നമ്മുടെ തീർത്ഥാടന ഉടമ്പടി പോലെ വരുമോ? അത്രയും കമ്മിറ്റ്മെൻറ്റില്ലല്ലോ, ഇത് കഷ്ടപ്പെടണ്ടേ? 3 മണിക്ക് രാത്രി വീട്ടിൽ നിന്ന് പോരണം, ഇവിടെ വന്ന് ഉറക്കം തൂങ്ങിയിരിക്കണം, ഇല്ലേ, ഇടി കൊള്ളണം, ക്യൂ നിൽക്കണം. അതെല്ലാം ഈ ഉടമ്പടിയുടെ ഭാഗമാണ്. ഇപ്പം നിങ്ങൾ പലരും ഇപ്പം മെത്രാനച്ചന്മാരും അതുപോലെ തന്നെ ഡിഗ്നിറ്ററീസൊക്കെ എന്നെ വിളിച്ചിട്ട് പറയും, എൻ്റെ ഇന്ന ആൾ വരുന്നുണ്ട്, അത് ഉടമ്പടി എടുക്കാൻ സഹായം ചെയ്ത് കൊടുക്കണം, അല്ലെങ്കിൽ അച്ഛനെ കാണാൻ സഹായം ചെയ്ത്. ഇപ്പം ഞാനത് അധികം പ്രൊമോട്ട് ചെയ്യത്തില്ല. എന്താ കാര്യം? അവർ ഗ്രീൻ ചാനലിൽ വന്നു കഴിഞ്ഞാൽ VIPs ആയിട്ട് പോകാവുന്നേ ഉള്ളൂ, പക്ഷേ കർത്താവ് കൂടെ പോകത്തില്ല. അതാണ് പ്രശ്നം. അതുകൊണ്ട് ഞാനത് തണുപ്പിച്ച് കളയും. ഞാൻ പിതാവേ ആദ്യം അവരോട് ഉടമ്പടി എടുക്കാൻ പറ, അവർ ഇടിയും ചൂടുമൊക്കെ മേടിക്കട്ടെ, കുറച്ച് അവിടെ പെയിൻ്റൊക്കെ ഒന്ന് ഇളകട്ടെ. ചിലപ്പോൾ സ്ഥലത്തെ പ്രധാന ദിവ്യന്മാരൊക്കെ ഇരിക്കും, തങ്ങളെക്കാൾ വലുത് മുഖ്യമന്ത്രി പോലും എന്നെക്കാൾ വലുതല്ലെന്ന് പറഞ്ഞിരിക്കണ അഹന്തയുള്ള ആൾക്കാരൊക്കെ VIPsനെ സ്വാധീനം ചെയ്തിട്ട് ഉടമ്പടി എടുക്കാൻ നോക്കും. അപ്പോൾ അതൊക്കെ എനിക്കറിയാവുന്നതുകൊണ്ട് അഹങ്കാരം, അതുപോലെ തന്നെ മറ്റു മനുഷ്യരെ കൂടെ നിൽക്കാനും ക്യൂ നിൽക്കാനും വെയിറ്റ് ചെയ്യാനും ഒക്കെ ഒന്നും അവർക്ക് മനസ്സില്ല. അപ്പോൾ അത് അങ്ങനെ എളിമ ഇല്ലാത്തതുകൊണ്ട് ഉടമ്പടി വർക്ക് ചെയ്യത്തില്ല.
അതെനിക്കറിയാം. പിന്നെ നമ്മുടെ ചീത്തപ്പേര് കൃപാസനത്തിനുണ്ടാകാമെന്നല്ലാതെ അങ്ങനെയുള്ള ഐറ്റംസ് കൊണ്ട് നമുക്ക് പ്രയോജനമില്ല. അപ്പോൾ അതുകൊണ്ട് പറഞ്ഞു ടേക്ക് ദ ഉടമ്പടി. എന്നിട്ട് അവിടെ നിന്ന് നിങ്ങളുടെ കാര്യങ്ങൾ കാണിച്ചിട്ട് അത് ഇവിടെ പ്രശ്നമൊന്നുമില്ല, ഇവിടെ പാവപ്പെട്ടവനോടും രോഗിയോടും എല്ലാം ഒരേ മൈൻഡാണ്. ഞങ്ങളങ്ങനെ നീതിയോടെ ശുശ്രൂഷ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് പണി കിട്ടും. കാര്യം ഇപ്പം ഞങ്ങളിവിടെ എന്ത് കസത്ത് കാണിച്ചാലും ചെയ്യേണ്ടതാരാ? ദൈവമല്ലേ ചെയ്യേണ്ടത്. അതാണ് പ്രശ്നം. അതൊരു സത്യത്തിൻ്റെ പണിയുണ്ട്. അപ്പം അതുകൊണ്ട് ഞങ്ങളത് പ്രൊമോട്ട് ചെയ്യത്തില്ല. പിന്നെ ചില ആൾക്കാർ എന്നോട് പണ്ടൊക്കെ പ്രവർത്തിച്ചിരുന്നവരൊക്കെ വരുമ്പോൾ അവരച്ഛനെ കാണുന്നത് പറയുമ്പോൾ ഞാൻ ഉടമ്പെടുക്കാൻ പറയത്തില്ല. പക്ഷേ അവർ വന്നിട്ട് അവരുടെ കുടുംബകാര്യം അത് സാമൂഹ്യ കാര്യങ്ങളൊക്കെ പറയും. പക്ഷേ പേഴ്സണലായിട്ട് പ്രാർത്ഥനാ കാര്യം പറയുമ്പോൾ ഞാൻ പറയും ക്ലിയർ, നമ്മളിവിടെ സംസാരിക്കാൻ പറഞ്ഞിരിക്കുന്നത് ഭൗതിക കാര്യങ്ങളാണ്, കുടുംബപരമായ പ്രാർത്ഥന കാര്യങ്ങൾ നിങ്ങൾ ഉടമ്പടി എടുക്കേണ്ടത്. അപ്പോൾ നിങ്ങൾ വെച്ചാൽ അവരെന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ തരികിട കാണിക്കുകയും, അതായത് അവർക്ക് പണ്ട് അച്ഛനോടുള്ള ബന്ധം വെച്ചുകൊണ്ട് വന്നിട്ട് അവർ ഭൗതിക കാര്യങ്ങൾ അല്ലെങ്കിൽ സംഘടനാ കാര്യങ്ങൾ സമുദായ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നതിൻ്റെ വേജേന അവിടെ കാര്യം അവതരിപ്പിക്കും. പക്ഷേ അവരുടെ കാര്യത്തിൽ പൊളിക്കുമ്പോഴത്തേനും ഞാൻ ഈ ക്ലിപ്പ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ, അപ്പോൾ തന്നെ ക്ലിപ്പിടും, വണ്ടി വിട്ടേക്കാൻ പറയും. നിങ്ങളീ പറഞ്ഞ സാധനം ഓക്കെ, അത് ഞാൻ സെറ്റ് ചെയ്ത് തരാം. മറ്റത് കൃപാസനത്തിലാണ് നിങ്ങൾ വരണത്, അത് ഉടമ്പടിയിലൂടെ പോകത്തുള്ളൂ. കാരണം നമുക്ക് തന്നിരിക്കുന്ന ഉടമ്പടിയാണ്. അതുകൊണ്ട് ആരായാലും അത് ഉടമ്പടിയിലൂടെ പോകത്തുള്ളൂ. അതിനെന്ന് പറഞ്ഞാൽ നല്ല ഇൻവെസ്റ്റ്മെൻറ്റാണ്, കഷ്ടപ്പാടാണ്. ശരി, കൈ നനയാതെ മീൻ പിടിക്കാൻ പറ്റത്തില്ലല്ലോ, ഇല്ലേ? ബസ്സിലൊക്കെ നിന്ന് വരണം, ചിലപ്പോൾ നിന്ന് പോകേണ്ടി വരും. ഇവിടെ തന്നെ ഇരിക്കാൻ സ്ഥലം പോലും കിട്ടില്ല, എഴുന്നേക്കാൻ പറ്റുമ്പോഴേ ഇരിക്കാൻ പറ്റത്തില്ല. അങ്ങനെയൊക്കെ എന്തെല്ലാം പ്രശ്നം, അതെല്ലാം ഉടമ്പടിയിലുള്ള കമ്മിറ്റ്മെൻറ്റിൻ്റെ ഭാഗമാണ്. അതൊക്കെ ദൈവത്തിന് വേണ്ടിയും വിശ്വാസത്തിന് വേണ്ടിയും മാതാവിന് വേണ്ടിയും ഉടമ്പടിയുടെ ഭാഗമായിട്ട് വിശ്വാസത്തിൻ്റെ പേരിലാണ് നിങ്ങൾ എടുക്കണമെങ്കിൽ അതുതന്നെ ദൈവം സ്വീകരിക്കണം ഏറ്റവും വലിയ. നിങ്ങൾ അല്ലെങ്കിൽ ഓരോ സമയത്ത് എഴുന്നേൽക്കുമ്പോൾ ഈശോ ഇവരെവിടെ നിന്ന് വന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചില അലപരാധികൾ സ്ത്രീകൾ വന്നിരിക്കത്തില്ലേ, എന്നിട്ട് അടുത്തിരിക്കുന്നവർ ആരും ഇരുത്തത്തില്ല, മുട്ടല്ലേ തട്ടല്ലേ എന്നൊക്കെ പറഞ്ഞിരിക്കത്തില്ലേ. ഇതെല്ലാം അവതാരങ്ങളാണ്. അപ്പോൾ അതൊന്നും ഉടമ്പടി വർക്ക് ചെയ്യത്തില്ല. ആ മുട്ടും തട്ടെല്ലാം കൊണ്ട് നെരിഞ്ഞും പുഴുങ്ങിയൊക്കെ ഇരുന്ന് അതെല്ലാം കർത്താവിൻ്റെ വചനം കേൾക്കാൻ വേണ്ടിയുള്ള നമ്മുടെ ഒരു കമ്മിറ്റ്മെൻറ്റായിട്ട് ദൈവസ്നേഹത്തോടെ കാഴ്ചവെച്ച് വിശുദ്ധിക്ക് വേണ്ടി പ്രാർത്ഥിച്ച് കഴിയുമ്പോൾ ദൈവം ആ സമയത്ത് തന്നെ ഉടമ്പടി ടേക്കപ്പ് ചെയ്യും. കാര്യം നമ്മൾ ഈ അമ്മ എന്താ പറയണത്, വിനയാന്യതരെ ഉയർത്തി ശക്തന്മാരെ സിംഹാസനത്തിൽ നിന്ന്, അതാണ് ഇതിൻ്റെ അത് ഉള്ളതാണ്. ദൈവത്തിൻ്റെ നടപടിക്രമങ്ങളിൽ ഒന്നതാണ് വിനയാന്യതരെയാണ് ഉയർത്തത്തുള്ളത്. ശക്തന്മാരാണെന്ന് പറഞ്ഞാൽ ഇരിക്കുന്ന സ്ഥലത്ത് തന്നെ വലിച്ചു താഴിടും. അവിടെയാണ് എൻ്റെ അത് ടേക്ക് ദ ബെഡ് ശ്രുതികട ഹല്ലേലൂയ. ലുക്ക 1:52 ശക്തന്മാരെ സിംഹാസനത്തിൽ നിന്ന് മറിച്ചിട്ടു എളിയവരെ ഉയർത്തി. അപ്പം എളിയവരെയാണ് ഉയർത്തണത്. ഉടമ്പടിയോടുകൂടി തന്നെ നമ്മുടെ എളിമത്വം കേട്ടോ. നിങ്ങൾക്ക് വലിയ പുള്ളിയായിരിക്കും, ചിലപ്പോൾ നിങ്ങൾക്ക് നല്ല റാങ്കുള്ള ഓഫീസറായിരിക്കും നിങ്ങൾ, ചിലപ്പോൾ നിങ്ങൾ ഡോക്ടറായിരിക്കും, ചിലപ്പോൾ നിങ്ങൾ ഡോക്ടേഴ്സിനെ പഠിപ്പിക്കുന്ന ഡോക്ടറായിരിക്കും. പക്ഷെ ഇവിടെ വരുമ്പോൾ ശരിക്കും നമ്മൾ ദൈവതിരുസന്നിധിയിൽ ദൈവത്തിൻ്റെ മുമ്പിലാണ് വരുന്നതെന്ന് പറയണം. അപ്പം അതുകൊണ്ട് എന്തുമാത്രം എളിമപ്പെടാം. ഇതിൽ ഏറ്റവും നല്ലത് ജഡ്ജിമാരാണ്. ഞാൻ നോക്കിയിട്ട് ജഡ്ജിമാരെ ഉടമ്പടിയൊക്കെ എടുക്കാൻ വരുമ്പോൾ നമ്മൾ അവരോട് പറഞ്ഞാൽ പോലും അവർ എസ്കോട്ടിൽ പോകുന്ന ആൾക്കാരാണല്ലേ. പക്ഷേ ഇവിടെ വരുമ്പോൾ അവർക്ക് അതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാവും. അവരവിടെ ഇരുന്ന് ഉടമ്പടി കൂടി ആർക്കും ശല്യമില്ലാതെ അവർ പോകും. അവരുടെ മഫ്റ്റിയിൽ സാധാരണ വീട്ടു ഡ്രസ്സിൽ വന്നിട്ട് ആർക്ക് അതെന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം വെച്ചാൽ എഡ്യൂക്കേറ്റ് പീപ്പിളിന് ഉടമ്പടിയുടെ സ്പിരിറ്റ് അറിയാം. ശരിക്കും ഉടമ്പടി സ്പിരിറ്റ് അറിയാം. അപ്പം അത് ആ സ്പിരിറ്റ് എന്ന് പറയണത് ബൈബിൾ സ്പിരിറ്റാണ്. ബൈബിളിൻ്റെ ഒരു മൈൻഡ് സെറ്റ് ഉണ്ട്. എന്താണ്? ശക്തന്മാരെ. അപ്പം അഹങ്കാരികൾ, അധികാരികൾ, ഞാൻ സ്ഥലത്തെ പ്രധാന ദിവ്യനാണ്, പണമുള്ളവരാണ്, സ്വാധീനമുള്ളവരാണ്, അഹങ്കാരമുള്ളവരാണെങ്കിൽ അവൻ ശക്തന്മാരെ സിംഹാസനത്തിൽ നിന്ന് താഴെ ഇറക്കും. പിന്നെ എന്ത് ചെയ്യും? വിനയാനെതിരെ ഉയർത്തും. അപ്പോൾ നിൻ്റെ വിഷയം ടേക്കപ്പ് ചെയ്യാൻ ദൈവം എടുത്ത് ഉയർത്താൻ വേണ്ടി വിനയമാണ് പ്രധാനപ്പെട്ട കാര്യം. അതിന് നിന്നെ വിനയപ്പെടുത്താൻ വേണ്ടി ഒത്തിരി ഫോർമുല ഉണ്ട്. ഈ പത്രം കൊടുക്കണത് എന്താ? ഞാൻ എപ്പോഴും നിങ്ങളോട് പറയും, പത്രം ആർക്കും കൊടുക്കരുത്. ആരാണ് ഉടമ്പടി എടുത്തിരിക്കുന്നത് അവർ മാത്രമേ പത്രം കൊടുക്കാൻ പാടുള്ളൂ. ഇപ്പം ചേടത്തി ഓഫീസറാണ്, ചേടത്തിയാണ് ഉടമ്പടി എടുത്തിരിക്കുന്നത്. അനിയത്തിക്ക് പഠിക്കാൻ ഫീസ് കൊടുക്കുന്നത് ചേടത്തിയുടെ ശമ്പളത്തിൽ നിന്നാണ്. അപ്പോൾ അനിയത്തിനെ ഒരു വേലക്കാരത്തെ എടുത്തുകൊണ്ട്
നിങ്ങളെ പൈസ കൊടുത്ത് അനിയത്തെ പഠിപ്പിക്കുന്നു എന്നുള്ള ഗുണ്ടായിസം കാണിച്ചുകൊണ്ട് നിങ്ങളുടെ പത്രം ഈ ഓഫീസർ ചേടുത്തി അനിയത്തിനെ കൂടെ കൊടുപ്പിക്കാമെന്ന് പറഞ്ഞാൽ കൊടുപ്പിക്കാൻ പറ്റും, പക്ഷേ ഉടമ്പടി വർക്കൗട്ട് ചെയ്യത്തില്ല. അതെന്താ കാര്യം? ഉടമ്പടിയിൽ എളിമ വേണം. നിങ്ങളെ എളിമപ്പെടുത്താൻ വേണ്ടി കുറേ ദൈവം ഇങ്ങനെ ഇറങ്ങി വരുന്നതിന് പിന്നിൽ എളിമപ്പെടുത്തലെന്നും പറഞ്ഞൊരു പ്രക്രിയയുണ്ട്. അത് ഞങ്ങൾ ഉടമ്പടിയിൽ ഒത്തിരിയേറെ ഫോർമുല മാതാവ് തന്നിട്ടുണ്ട്. ഇപ്പം നമ്മൾ സംഖ്യ എടുത്തേ, സംഖ്യയാണോ? സംഖ്യ 8:3 ശ്രുതികട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ സ്തുതി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ആവർത്തനം 8:3. നിയമാവർത്തനം 8:3. അവിടുന്ന് നിങ്ങളെ എളിമപ്പെടുത്തുകയും പറഞ്ഞേ, അവിടുന്ന് നിങ്ങളെ എളിമപ്പെടുത്തുകയും. അപ്പം നിങ്ങൾ എളിമപ്പെടുകയല്ല, പിന്നെന്താണ്? എളിമപ്പെടുത്തുകയാണ്. അതാണ് ആ പ്രോസസ്. വ്യത്യാസമുണ്ട്. നിങ്ങളിങ്ങനെ മുഖം ചീറ്റി അയ്യോ അയ്യോ ഇപ്പം ഇതൊക്കെ പറഞ്ഞുകൊണ്ട് മരിച്ചവിടെ വീട്ടിൽ ചത്തവരെ എളിമയല്ല. അങ്ങനെ എളിമാനം അഭിനയിക്കാനൊന്നും പറ്റത്തില്ല. എളിമപ്പെടുകയല്ല, പിന്നെന്താണ്? അതാണ് സംഭവം. അത് ഇമ്പോസ്റ്റാണ്, അടിച്ചേൽപ്പിക്കലാണ് എളിമ. നിയമാവർത്തനം 8:2-3 തിരുവചനങ്ങൾ. നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങളെ എളിമപ്പെടുത്താനും നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങളെ എളിമപ്പെടുത്താനും തന്റെ കൽപ്പനകൾ അനുസരിക്കുമോ ഇല്ലയോ എന്നറിയാൻ. അതായത് ഉടമ്പടി പാലിക്കുമോ ഇല്ലയോ എന്നറിയാൻ. അതാണ് കൽപ്പനകൾ എന്ന് പറഞ്ഞ ഉടമ്പടിയാണല്ലോ. തന്റെ ഉടമ്പടി പറഞ്ഞേ, തന്റെ ഉടമ്പടി പാലിക്കുമോ ഇല്ലയോ എന്നറിയാൻ നിങ്ങളെ പരീക്ഷിച്ച് നിങ്ങളുടെ ഹൃദയ വിചാരങ്ങൾ മനസ്സിലാക്കാനും വേണ്ടി ഈ 40 സംവത്സരം മരുഭൂമിയിലൂടെ നിങ്ങളെ നയിച്ച വഴിയെല്ലാം നിങ്ങൾ ഓർക്കണം. അതായത് ഇതിലൂടെ നമ്മൾ ഈ മരുഭൂമിയിലൂടെ നയിക്കുക എന്ന് പറയുന്നത് ഒരു പ്രക്രിയയാണ്. മരുഭൂമിയിലൂടെ നയിക്കുക എന്ന് പറയുന്നത്. അപ്പോഴീ മരുഭൂമിയിലാണെങ്കിൽ അതിൻ്റെ ഉദ്ദേശം എളിമപ്പെടുക എന്ന് തന്നെയാണ്. മരുഭൂമിയിലാകണമെന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് സപ്പോർട്ട് പോവുക, തലയിൽ വെയിലടിക്കുക. ഇപ്പോൾ ഒരു ജപ്തി നടപടി വരുമ്പോൾ തന്നെ നമ്മുടെ തലയിൽ വെയിലടിക്കും അല്ലേ? അതുപോലെ തന്നെ ഓരോ വിഷയവും നമ്മളെ സപ്പോർട്ട് ചെയ്തിരിക്കുന്ന ആൾക്കാർ ചിലപ്പോൾ മരിച്ചു പോകും, ചിലപ്പോൾ അവർ നമുക്ക് എതിരാളികളാവും, അവരുടെ സപ്പോർട്ട് കിട്ടാതേക്കും. അപ്പോൾ എല്ലാം നമ്മൾ മരുഭൂമിയിലൂടെ നയിക്കപ്പെടുകയാണ്. മനസ്സിലായില്ലേ? അപ്പം നിങ്ങൾ ഉടനെ അയ്യോ അങ്കിളാണല്ലോ എന്നെ സഹായിച്ചുകൊണ്ടിരുന്നത്. ഇപ്പം അങ്കിൾ കല്യാണം കഴിച്ച് ഇപ്പം അങ്കിളിന് ആൻറ്റി വന്നപ്പോൾ ആൻറ്റി ഒരു മറുതായാണ്. അല്ല, മിക്ക ആൻറ്റിമാരും മറുതാമാരാണേ. കാര്യം അവർ കല്യാണം കഴിക്കുമ്പോൾ പിന്നെ അവരുടെ ഭർത്താവ് പഴയതുപോലെ അപ്പനെയും അമ്മനെയും മക്കളുടെ മക്കളെയൊക്കെ സഹായിക്കാൻ സമ്മതിക്കത്തില്ല. അവർക്ക് പേടിയാണ്. അവർക്ക് അവിടെ സ്വത്ത് മുഴുവൻ പോകുമെന്ന് ഓർത്തിട്ട് പേടിയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് 10 പൈസ തടങ്ങി ഒളിച്ചും 10 പേർക്ക് ഇപ്പോൾ അങ്കിൾ തരണത്. പണ്ട് ലാവിഷായിട്ട് തന്നുകൊണ്ടിരുന്നതാണ്. ഇപ്പോൾ ആൻറ്റി വന്നപ്പോൾ ഒളിച്ചും 10 വേണമെങ്കിൽ കാശ് തരണത്. അപ്പോൾ മരുഭൂമിയായി. അതാണ് മരുഭൂമി. തലേ വെയിലടിക്കാൻ തുടങ്ങി, കുട പോയി. പണ്ട് അങ്കിളിൻ്റെ ഒരു കുട ഉണ്ടായി, ഇപ്പം കുടയില്ല, തലേ വെയിലടിച്ചു, മരുഭൂമിയായി. ഇങ്ങനെ സപ്പോർട്ട് പോകുമ്പോഴേ നമ്മളെന്താ മനസ്സിലാക്കേണ്ടത്? ആ മറുത കെട്ടി വന്നതിന് ശേഷമാണ് ഞങ്ങളുടെ വീട്ടിൽ കാലക്കാരുണ്ടായത്. ദൈവമേ, എല്ലായിടത്തും ഇടിവിട്ടണമല്ലോ, അവിടെ തലയിൽ ഇടിവിട്ടത്. അപ്പോൾ ഉടമ്പടി പൊട്ടി. നിങ്ങൾ തന്നെ ഉടമ്പടി പൊട്ടിച്ചു. നിങ്ങളെന്താ ചെയ്യേണ്ടത്? കർത്താവ് വിഷയം ഏറ്റെടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. അങ്കിളിൻ്റെ കയ്യിൽ നിന്ന് ബാറ്റൻ പോകുന്നു. ഞാൻ കർത്താവിൽ സന്തോഷിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഇപ്പം അങ്കിള് സഹായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, അല്ലെങ്കിൽ അപ്പനോ അമ്മായിയപ്പനോ നാട്ടുകാരോ അയൽവാസികളോ ആരെങ്കിലും നമ്മളെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അവരിപ്പോൾ നമ്മളെ സഹായിക്കുന്നില്ല എന്ന് പറയുമ്പോൾ
നീ ഇപ്പം കഴിഞ്ഞ മാസം നിന്നെ സഹായിക്കണ സമയത്ത് അങ്കിളിനെ കാണുമ്പോൾ കാണുന്ന ഒരു ചിരിയും കളിയൊന്നും ഇപ്പം ഇല്ലല്ല. എന്തോ ഒരു പിടുത്തമില്ലേ? ഉണ്ട് ഇല്ലേ? അതാണ് സംഭവം. ഇത് തന്നെ ഇപ്പം എന്താണ് അങ്കിളിന് സംഭവിച്ചത്? നിങ്ങളുടെ വീട്ടിലെ സംസാരം എന്താണ് അങ്കിളിന് സംഭവിച്ചത്? ആ പിശാച്. അപ്പോൾ അമ്മ പറയും ആ പിശാച് വന്നതിന് ശേഷമാണെന്ന് പറയും. അപ്പോൾ എന്താ? വിശുദ്ധിയില്ല. ആരാധന സത്യത്തിലല്ലേ ഉള്ളൂ, വിശുദ്ധിയിലല്ലേ ആരാധിക്കേണ്ടത്, ഇല്ലേ? മരുഭൂമി ആയിക്കഴിഞ്ഞപ്പോൾ ഇവരെന്താ പറയണത്? നേരത്തെ സഹായിച്ചൊരു പേര് ചിലപ്പോഴും ഇവരറിഞ്ഞു കാണത്തില്ല. അതാണ് രസം. ഈ മറുതായ നിങ്ങളെ വിളിക്കുന്ന ആൻറ്റി ഇല്ലേ, അങ്കിളിൻ്റെ കയ്യൊക്കെ പിടിച്ചിരിക്കണമെന്ന് നിങ്ങൾ പറയുന്ന ആളില്ലേ, അവർ ഈ സംഭവം അറിഞ്ഞു കാണത്തില്ലപ്പം. ചിലപ്പോൾ അങ്കിളിൻ്റെ ശമ്പളം പിടിച്ച് കാണാം അറബി, അതായിരിക്കും സംഭവം. അപ്പോൾ സംഭവം അറിയാതെ നമ്മൾ ആൾക്കാരെ പ്രതിയാക്കി അവരുടെ വൈരാഗ്യം കാണിക്കുമ്പോൾ വിദ്വേഷത്തിൻ്റെ വേര് വളർന്ന് അശുദ്ധമുണ്ടാകും. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്, ഹെബ്രായർ 12. വിദ്വേഷത്തിൻ്റെ വേര് വളർന്ന് അശുദ്ധരാകാതിരിക്കും. ശ്രുതിക്കട്ടെ ഹല്ലേലൂയ. ഹെബ്രായർ 12:15. ഹെബ്രായർ 12:15. ദൈവകൃപ ആർക്കും നഷ്ടപ്പെടാതിരിക്കാൻ ശ്രദ്ധിക്കുവിൻ. പറഞ്ഞ ദൈവകൃപ ആർക്കും നഷ്ടപ്പെടാതിരിക്കാൻ ശ്രദ്ധിക്കുവിൻ. വിദ്വേഷത്തിന്റെ വേര് വളർന്ന് ഉപദ്രവം ചെയ്യാതിരിക്കാൻ സൂക്ഷിക്കുവിൻ. വിദ്വേഷം മൂലം പലരും അശുദ്ധരായി തീരുന്നു. ഇപ്പൊ വിദ്വേഷം ഉണ്ടെങ്കിൽ ഉടമ്പടി വർക്കൗട്ട് ചെയ്തില്ല. എന്താ കാര്യം? ഉടമ്പടിയിൽ പറഞ്ഞിരിക്കുന്നത് തൻ്റെ മുമ്പാകെ വിശുദ്ധിയിലും അല്ലേ? ശ്രദ്ധിക്കട്ടെ ഹല്ലേലൂയ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ സ്തുതി. ഹല്ലേലൂയ. ലൂക്കാ 1:74-75. ലൂക്കാ 1:74-75. ശത്രുക്കളുടെ കൈകളിൽ നിന്ന് വിമോചിതരായി നിർഭയം പരിശുദ്ധിയിലും നീതിയിലും എപ്പോഴും അവിടുത്തെ മുമ്പിൽ ശുശ്രൂഷ ചെയ്യാൻ വേണ്ട അനുഗ്രഹം നമുക്ക് നൽകാനുമായിട്ടാണ് ഇത്. ഉടമ്പടി. ഇതെന്ന് വെച്ചാൽ ഉടമ്പടി വെച്ചാല് അതായത് തൻ്റെ മുമ്പാകെ വിശുദ്ധിയിലും നീതിയിലുമാണ്. പക്ഷേ വിദ്വേഷം ഉണ്ടെങ്കിൽ ഹെബ്രായർ 12:15 അനുസരിച്ചുകൊണ്ട് ലൂക്കാ 1:74 വിശുദ്ധി ഉണ്ടാകത്തില്ല. കാര്യം വിദ്വേഷം മൂലം എന്ത് ചെയ്യും? അശുദ്ധി ഉണ്ടാകും. അപ്പോൾ അതെപ്പോഴും നമ്മൾ ആരോടെങ്കിലും വിദ്വേഷത്തിലുണ്ടോ എന്ന് നിങ്ങൾ, ഇത് മനസ്സിൻ്റെ വിശുദ്ധിയാണ്, ശരീരത്തിൻ്റെ വിശുദ്ധിയല്ല ഈ പറയണത്. അത് വേറെ പട്ടികയാണ്. അപ്പം ഇത് ഉടമ്പടിയിൽ ഇത് കറക്റ്റ് ചെയ്യണം നിങ്ങൾ. ഇപ്പം ചിലർ എന്താണ് ഈ ഉടമ്പടി സിൽവർ ഗ്രേ എന്നും പറഞ്ഞ് ഗതികിട്ട പ്രേതങ്ങളെപ്പോലെ ചില ആൾക്കാർ നടക്കുന്നത്. ഇതിൻ്റെ ഉള്ളിലൊക്കെ ഇപ്പോഴും ഉടമ്പടി നമുക്ക് പത്രം വായിക്കുകയും ഓരോ കാലങ്ങളനുസരിച്ചുകൊണ്ട് നമുക്ക് പുതുക്കിയെടുക്കാൻ പറ്റും. പക്ഷേ ആ പത്രത്തെ മാത്രമേ ആ കളറ് മാറുന്നുള്ളൂ. ആളിൻ്റെ കളറ് പണ്ടത്തെ ആ പിശാചിൻ്റെ കളർ തന്നെയാണ് ഇപ്പോഴും. അതായത് ആളിന് കളർ വ്യത്യാസമൊന്നുമില്ല. ആളെ പകയ വിദ്വേഷം, ചതി, അഹങ്കാരം, മുൻകോപം, കലഹം, ഭിന്നത, എല്ലാവിധ ആസക്തികളും കൊണ്ടാണ്. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഉടമ്പടി എന്ന് പറഞ്ഞാൽ വിശുദ്ധിയിലാണ് ശുശ്രൂഷ ചെയ്യണത്. അതുപോലെ തന്നെ പിന്നെ എന്താണ്? സ്നേഹത്തിലാണ്.